ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൺലറിയിലാണ്. സോ ആസ് യു ക്യാൻ സീ ഇൻ തംബ്നെയിൽ, ഞാൻ ഡൺലറിയിൽ ഉള്ളൊരു വ്യൂസും പിന്നെ അതേപോലെ ഞങ്ങൾ വന്ന കാഴ്ചകളും വീട്ടിൽ നിന്ന് എങ്ങനെയാണ് വന്നത് എന്നൊക്കെയുള്ളൊരു കാഴ്ചകളാണ് ഞാൻ ഈ വ്ളോഗിൽ ഇടാൻ പോകുന്നത്. ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് ഡൺലറിയിലോട്ടാണ്. തംബ്നെയിൽ കാണുന്ന പോലെ ഒരു അടിപൊളി സ്ഥലമാണ് ഡൺലറി. സോ ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് നന്ദനയുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഇന്നലെ കണ്ട ലാസ്റ്റ് വ്ളോഗിലെ ആൾക്കാരുടെ കൂടെ അല്ല. സോ അടിപൊളിയാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ദൂരം ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു 2 hours ഫ്രം ഹിയർ. സോ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കുറേ ഫോട്ടോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും നമുക്കിപ്പോൾ ഇതുവരെ പാർട്ട് ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഫ്രീ ആയതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇറങ്ങാമെന്ന്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എന്തായാലും ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വ്ളോഗ് ടുഡേ ബിക്കോസ് ഇതൊരു മെമ്മറി ആണല്ലോ എന്താണെങ്കിലും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ എനിക്കറിയത്തില്ല തണുത്ത് വിറക്കിച്ചാവുമെന്ന്, ബിക്കോസ് ഞങ്ങൾ ജാക്കറ്റ് എടുത്തു. പക്ഷെ ഞങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സസ് ലൈക്ക് എ ഫ്രോക്ക്. സോ എന്താണെങ്കിലും അതറിയില്ല. സോ ആസ് യൂഷ്വൽ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബസ് വന്നിട്ട് ഇനി പോകണം. സോ ബാക്കി വിഷ്വൽസ് എല്ലാം നമുക്ക് അതേ വഴി കാണാം ഗൈസ്. ഇതായിരുന്നു നന്ദനയുടെ ഔട്ട്ഫിറ്റ്. നന്ദന ഇങ്ങനെ കാൻഡിഡായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ നമ്മളിപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ബാൽഗ്രഫിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് സിറ്റി സെൻറ്റർ വരെ പോയിട്ട് സിറ്റി സെൻറ്ററിൽ നിന്നാണ് ഡൺലറിയിലോട്ടുള്ള നെക്സ്റ്റ് ബസ്. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഉച്ച ടൈമിലായിരുന്നു നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ അടുത്ത ബസ് കയറിയിരിക്കുന്നു. ഞങ്ങൾ ഓടിപ്പടച്ചിപ്പോൾ വേറെ ബസ് കയറി. ഭയങ്കര ഓട്ടമായിരുന്നു. അതെ, നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒരു ബസ് പിടിച്ചിട്ടുണ്ട്. ആ ബസ് കയറിയിട്ട് ഈ ബസ്സിൽ പോയിട്ട് ഒരു ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങണം. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇനിയൊരു 1 hour ഉണ്ട് ടോട്ടൽ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് സിഗ്നൽസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ നല്ല ഡിലേ ആവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുവാണ്. സിറ്റി കൂടെ കറങ്ങി പോകുമ്പോൾ ചിലപ്പം ലേറ്റ് ആവുമായിരിക്കും. സോ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പോൾ നല്ല വ്യൂ ആയിട്ടുള്ളൊരു ഇതാണ്. സോ നമ്മളിപ്പോൾ ഡൺലറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മെയിൻ സിറ്റിയാണ്. നമ്മൾ ടെമ്പിൾ ബാർ വീഡിയോയിലൊക്കെ കാണിച്ചൊരു ഏരിയ ആണിത്. സോ നമുക്ക് സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഡൺലറിയിലോട്ടുണ്ട്. സോ ഞങ്ങൾ വിചാരിച്ചു ബസ്സിന് പോകാം. ഡാട്ടിനാണേലും പോകാൻ പറ്റും. പകരം പല ആൾക്കാരെ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. പക്ഷെ എല്ലാവരും എത്തിയെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഏരിയാസിലേക്ക് വേറെ ഒരു സൈഡാണ്. സോ നമുക്ക് ടൈം എടുക്കും. അതായിരിക്കണം കാര്യം. വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. എന്താണാവോ നമ്മളിപ്പോ എങ്ങോട്ടും തോന്നാനില്ല കേട്ടോ. 1 മണിക്കൂർ ഇനിയും പിടിക്കും തോന്നണം. അവരെല്ലാം വീട്ടിൽ പോയിട്ടു. നമുക്ക് വഴി അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ജില്ലയിൽ തിരിച്ചു വരുന്നില്ല. നമുക്ക് എറൗണ്ട് ഒരു 1 hour അടുത്ത ജേർണി ഉണ്ട്. ടോട്ടൽ ഞങ്ങൾ ആക്ച്വലി D13 ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി അറൗണ്ട് 2 hours പിടിച്ചായിരുന്നു ഡൺലറിയിലോട്ട്. അവിടെ ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നതനുസരിച്ച് നല്ല കാറ്റാണെന്നാണ് കേൾക്കുന്നത്. നല്ല കാറ്റും നല്ലതാണ്. നമുക്ക് പോയി നോക്കാം. വൈബായിരിക്കും എന്തായാലും. എനിക്ക് പേടി മഴ പെയ്യുമെന്നാണ്. മഴ പെയ്യാതിരുന്നാൽ തന്നെ സെറ്റാണ് പകുതി. മഴ പെയ്യാതിരുന്നാൽ മതി. നമ്മളിപ്പോൾ ഡൺലറിയിൽ എത്തിയിട്ടുണ്ട്. സോ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും മസ്റ്റായിട്ടും ക്യാരി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജാക്കറ്റ്. സോ നാട്ടിൽ നിന്ന് ഞങ്ങളെടുത്ത ഒരു പ്രശ്നം എന്തായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജസ്റ്റ് ഒരു ഓവർ കോട്ട് പോലത്തെ ആയിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് ഒട്ടുമേ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടാവും. ഒന്നാമത് കുറച്ച് വെള്ളത്തിൻ്റെ ഏരിയ ആയതുകൊണ്ടും അങ്ങനെ ഒരു പോർട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ഇങ്ങനെ അയർലൻഡിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഏരിയ ആണ് ഡൺലറി. നിങ്ങൾക്ക് കാണാൻ പറ്റിയ തന്നെ ഒരു ഏരിയ ആണ് ഡൺലറി. ഇപ്പോൾ നമ്മളിത് എത്തിയിരിക്കുന്നത് മെയിനായിട്ട് ഡൺലറി എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ഏരിയയിലാണ്. അവിടെയായിട്ട് കുറേ പാർക്ക് പോലത്തെ പിള്ളേർക്ക് പറ്റിയ ഏരിയ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ നടന്നാലാണ് നമുക്ക് നമ്മുടെ പോർട്ട് ഏരിയയിൽ നമ്മൾ എത്തുന്നത്. അതെ, ജാക്കറ്റ് ഇട്ടു, കുറവുണ്ട്. പക്ഷെ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റായതുകൊണ്ട് തണുത്ത് വിറയ്ക്കണം. കൈയൊക്കെ ഭയങ്കര മരവിച്ച് സീനാട്ടോ. ഒന്നാമത് ഒരു പോർട്ട് ഹാർബർ ആ ഒരു ഏരിയ ആയതുകൊണ്ടും കാറ്റും കടലുണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര കാറ്റടിക്കണം. ഇതാണ് ഡൺലറി. ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഭയങ്കര തണുപ്പാട്ടോ. അവിടെ അയർലൻഡിൻ്റെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട് ആ എൻഡിൽ. അവിടെ വരെ ഞങ്ങൾ എന്തെങ്കിലും പോകും. ചുറ്റിലൊക്കെ ഭയങ്കര കടൽ.
നമ്മളിപ്പോൾ ഫൈനലി ഡൺലറിയിലെത്തി. നല്ല കാറ്റ് കാരണം തണുത്ത് വിറയ്ക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു ജാക്കറ്റ് ഇടണ്ട, അവിടെ പോയിട്ട് ഭയങ്കര തണുപ്പുണ്ടെങ്കിൽ ഇടാന്ന്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ കുറേ നേരം ഇട്ടിട്ട് തണുത്ത് വിറച്ച് ചാവുമായിരിക്കും കേട്ടോ. പാവം. അവർ ഏതോ എനിക്ക് തോന്നുന്നു ആ ഒരു 8 ഹൗസിൻ്റെ അടുത്താന്ന് പറഞ്ഞു. അവർ അല്ലല്ല എത്തിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ കടൽ കാണും. അതെ, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് അന്ന് ആക്ച്വലി മഴയൊന്നും പെയ്തില്ല. നല്ല വിൻഡി ആയിരുന്നു, പക്ഷെ നല്ലൊരു സ്പോട്ടായിരുന്നു. ലൈക്ക് ഫസ്റ്റ് ടൈം വ്യൂവേഴ്സിന് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഡൺലറിയുടെ ഹോട്ട് ഏരിയ. ബാക്കി കാണുന്നത് കടലാണ്. കടൽ നല്ല കാറ്റുണ്ട്. നമുക്ക് ലൈറ്റ് ഹൗസ് സൈഡിലോട്ട് നടക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നിർത്തിയല്ല നിന്നു. നമ്മൾ പിന്നെയും നടക്കുന്നു. ഇവിടെ വന്നിട്ടുണ്ടല്ലോ നല്ല ചൂട് കട്ടച്ചായും നല്ല ചൂട് ബോണ്ടയും കുറച്ച് ചൂട് പഴംപൊരി. ഓ അളിയ. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് കോണൊക്കെ വെക്കുമല്ലോ, എനിക്ക് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഓർമ്മ വന്നത്. എനിക്ക് അവിടെ കുറേ പേര് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവം ഈ തണുപ്പത്ത് എങ്ങനെയാണ് അവർ ഈ ഐസ്ക്രീം കഴിക്കുന്നത്, നല്ല ചൂട് കട്ടനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്തു. ഗൈസ് നമ്മളുടെ ആ ഒരു ലൈറ്റ് ഹൗസ് വരെ എത്താറായി. ഇപ്പം തണുപ്പൊന്ന് സെറ്റിലായി, കാറ്റുണ്ട്, തണുപ്പ് സെറ്റിലായി. മൂക്കൊക്കെ ചുമന്ന് ജലദോഷമായി. നമ്മളന്ന് ആക്ച്വലി പോയപ്പോഴത്തേക്കും ഒരുപാട് ഫാമിലീസ് അവരുടെ ഡോഗ്സിനെയും കൊണ്ടാണ് അന്ന് വന്നത്. അത് നല്ല രസമുണ്ടായി. അവർക്കും ഒരു ഡേ ഔട്ട് പോലെ ആയിട്ടുണ്ടാവും. ഭയങ്കര രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അന്ന് ഭയങ്കര കാറ്റുണ്ടായിരുന്നുകൊണ്ട് മുടിയുടെ കാര്യമൊക്കെ ഒരു പരിവായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായി. ഞങ്ങൾ അയർലൻഡിൽ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയൊരു പ്ലേസാണ് ഡൺലറി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ കടലിന് ആക്ച്വലി അപ്പുറത്ത് നമുക്ക് UK ഒക്കെയാണ് വരുന്നത്. ആ സൈഡിലാണ് നമ്മുടെ ഇന്ത്യയൊക്കെ വരുന്നത്. സോ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഓതി അവിടെ ആ സൈഡിലാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. നമ്മളിതേ സീലിനൊക്കെ കണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. ഗൈസ് നമ്മൾ പോവാണ് ഇവിടുന്ന്. തണുത്ത് കുറച്ച് ചത്ത് ഞങ്ങൾ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് സീലൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായി. ഞങ്ങളിപ്പോൾ ഇതേ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഞങ്ങൾ കുറേ ലൈക്ക് നല്ലോണം ഒരു വ്യൂ ഒക്കെ അടിപൊളി കണ്ടു, പൊളിച്ചു, മുടി നശിച്ചു എന്തായാലും. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഞങ്ങൾ മോസ്റ്റ്ലി ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാനായിരിക്കും മോസ്റ്റ്ലി പ്ലാൻ. ഗൈസ് നമ്മൾ വിശക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിശക്കണു ഞങ്ങൾ എവിടെയാ മറ്റേ മെക്ഡിയിൽ പോവാം. പിന്നെ 200-300 മീറ്റേഴ്സ് എന്താ കാണിച്ച് അപ്പച്ചി. ഗൈസ് നമ്മൾ വിശന്നത് കൊണ്ട് ഇപ്പം ഞങ്ങൾ മെക്ഡിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഉച്ചയ്ക്ക് 2-2:30 ടൈം ആയിട്ടുണ്ട്. സോ മെക്ഡി പോയിട്ട് എല്ലാം കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് അവർ പ്ലാൻ. ജീവൻ വെച്ചു ഫൈനലി. അയ്യോ എനിക്ക് തോന്നുന്നു അയർലൻഡിൽ വന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫസ്റ്റ് കഴിക്കുന്നത്, അതല്ലാതെ ഒന്ന് ഹെവി ആയിട്ട് കഴിക്കുന്നത് ഇപ്പോഴാണ്. വീട്ടിലത്തെ സാഹചര്യമൊക്കെ ഭയങ്കര ശോകമാണ് ഗൈസ്. ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കാറേ ഇല്ല, അതുകൊണ്ട് കോൺഫ്ലെക്സും ബ്രെഡുമാണ് ഞങ്ങളുടെ ശരണം. സോ ശാന്തി. ഫൈനലി സംതിങ് അൺഹെൽതി. ഹൗ അല്ല അൺഹെൽത്തിയോ, എല്ലാം അൺഹെൽത്തി അല്ലേ. ഇതാണ് മ്യൂസിയം, മാരിടൈം മ്യൂസിയം. നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് മെക്ഡിയിൽ നിന്നായിരുന്നു അന്ന് കഴിച്ചത്. ഞങ്ങൾ വീട്ടിലെ സാഹചര്യം എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ വീട്ടിലങ്ങനെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ വീട്ടിൽ കുക്കിംഗ് ഒന്നും അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ. പിന്നെ മെക്ഡിയിൽ നിന്നാണ് നമ്മളന്ന് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചത്. സോ അതേ ഇപ്പോൾ നമ്മളിതേ തിരിച്ച് ഇനി അടുത്ത പ്ലേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറിയൊരു ബീച്ച് ഏരിയ ഉണ്ട്. സോ
സോ നമ്മളിപ്പോൾ ദേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതായിരുന്നു ആ ഡൺലറിയുടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ച ആ ഒരു ഏരിയ. സോ നമ്മളിപ്പോൾ ദേ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നന്ദനയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അവരെല്ലാവരും MSc ഫൈനാൻസ് NCIയിൽ പഠിക്കുന്നവരാണ്. സോ അവരെല്ലാവരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്തിരി ലേറ്റ് എത്തിയതുകൊണ്ടാണ് നേരത്തെ വിഷ്വൽസിലൊന്നും അവർ വരാതിരുന്നത്. പക്ഷെ അവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായി. നമ്മളെല്ലാവരും കൂടെ ദേ ഒരുമിച്ചാണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ എയർപോർട്ടിൽ ഞാൻ ആക്ച്വലി ഫ്ലൈറ്റ് വീഡിയോസ് നമ്മൾ എയർലൈനിലോട്ട് വന്ന വീഡിയോസൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. സോ അതിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ശ്രീറാം. സോ ശ്രീറാമിൻ്റെ കൂടെയായിരുന്നു. പിന്നെ അവൻ്റെ ക്ലാസ്സിലെയും കുറേ പിള്ളേരുണ്ടായിരുന്നു. അവിടെ കയാക്കിംഗ് ഒക്കെ പിന്നെ ആ ഒരു ഇപ്പോൾ ഈ സ്ഥലത്ത് കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ദേ ബീച്ചിൽ ഓരോരോ ഡോഗ്സിനെയും കൊണ്ടുവന്ന് അവരെ കൊണ്ട് കളിപ്പിക്കണമായിരുന്നു അവരെല്ലാവരും. നല്ല രസമുണ്ടായി അന്ന്. ആക്ച്വലി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൺലറി ഈസ് ബേസിക്കലി ലൈക്ക് കുറേ വെള്ളം, കുറേ ഇങ്ങനെ പോട്ട് ഏരിയ, ബീച്ച്, പാർക്ക്, അങ്ങനത്തെ ഒരു ഏരിയ ആണത്. നിങ്ങൾക്ക് സിറ്റി സെൻറ്ററിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഡാർട്ടിൻ്റെ ആക്സസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ബസ്സും ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ബസ്സാണ് എടുത്തത്. ബിക്കോസ് ആകെ €1 ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് 90 മിനിറ്റ്സത്തേക്ക്. സോ അങ്ങനെയാണ് നമ്മൾ ബസ്. കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് തണുത്തിക്കും, നല്ല സുഖമുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് ഈ ഏരിയ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് അവർ പുറത്ത് വന്ന് ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടികളെയും കൊണ്ടുവന്ന് അവരിങ്ങനെ കളിക്കുകയും അതേപോലെ തന്നെ അവരുടെ ഡോഗ്സിനെ കൊണ്ടുവന്ന് അവർ വെള്ളത്തിലോട്ട് ഓരോ ഇങ്ങനെ കല്ലെറിയുമ്പോൾ അവരത് പോയി ഓടിപ്പോയി എടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായി. പിന്നെ നമ്മളെല്ലാവരും അവിടെ ഒരുമിച്ചും കൂടെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചില്ല് ചെയ്ത് വൈബ് ചെയ്ത് എൻജോയ് ചെയ്തായിരുന്നു. അയ്യോ, ഓണം ബ്ലോഗ് ഇട്ടിട്ടില്ല. ഇപ്പം ഞങ്ങളൊരു പാർക്കോ പിള്ളേരൊക്കെ സ്കേറ്റിംഗ് ചെയ്യുക. എൻ്റെ മുക്ക് ചെറുതായി ചോന്നു, പക്ഷെ കൈയൊക്കെ ഇങ്ങനെ തണുത്തിരിക്കുക. എല്ലാ പട്ടികളെയും കൊണ്ട് പാരൻസ് എല്ലാവരും ഇറങ്ങിയേക്കുക വെള്ളത്തിലോട്ട്. അങ്ങനെയാണ് ഗൈസ് നിൽക്കുന്നത്. ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. ഡൺലറിയിൽ നൈസാണ്. ഇഫ് യു ആർ പ്ലാനിങ് ടു വിസിറ്റ് ഡൺലറി നോക്കിക്കോ. കാര്യം ഇറ്റ്സ് ലൈക്ക് എ ഹാർബർ. അങ്ങനെ പ്രത്യേകിച്ച് കുറേ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാനില്ല. പിന്നെ ഇവിടെ മ്യൂസിയം ഉണ്ട്. മ്യൂസിയം കാണണമെങ്കിൽ ഇറ്റ്സ് ലൈക്ക് €8. ഞങ്ങൾ പോയില്ല ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് തോന്നി. ചെറിയൊരു പള്ളി പോലെ ഇരിക്കും, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതും വിസിറ്റ് ചെയ്യാം. അതും തൊട്ടടുത്താണ്. പിന്നെ ബസ്സാണെങ്കിലും നമുക്ക് സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഇവിടെ ഉണ്ട്. 46A ബസ്സുണ്ട്. സോ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നേരെ ഡൺലറി ലാസ്റ്റ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വ്യൂ ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഇൻഎക്സ്പെൻസീവായിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നൊരു ലൈക്ക് എന്താ പറയുക സ്നാക്സ് കിട്ടുന്നൊരു ഷോപ്പുണ്ട്. ഇല്ലയെന്നാണെങ്കിൽ ഇത്തിരി കൂടെ ഫ്രണ്ടിൽ പോയി ഒരു 200 മീറ്റേഴ്സ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മെഗ്ഡി ഉണ്ട്. പിന്നെ നേരത്തെ വ്ളോഗിൽ കണ്ടില്ല അപ്പാച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഷോപ്സ് ഉണ്ട്. അത് നമുക്കറിയില്ല. പക്ഷേ മെഗ്ഡി ഉണ്ടല്ലോ. മെഗ്ഡി ഉണ്ടപ്പോൾ തന്നെ ഞങ്ങൾ റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ട് മെഗ്ഡി പോയി. സോ ബാക്കിയെല്ലാം കൊണ്ട് നൈസ് ഇപ്പോൾ എന്താണെങ്കിലും. സോ യാ ഗൈസ്, അപ്പോൾ ഗൈസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇഫ് യു ഗൈസ് ഓൾ എൻജോയ്ഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.